ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വിപണി ഇപ്പോൾ ശരിക്കും ഒരു കുതിപ്പിലാണ്. പക്ഷേ ഈ വളർച്ചയുടെ കൂടെ തന്നെ ചില സാധാരണ കെണികളും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ കെണികളൊക്കെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ കുറച്ചുകൂടെ സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ വിപണിയുടെ വലിപ്പമൊന്ന് നോക്കാം. 2025 മാർച്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള മൊത്തം ആസ്തി 65 ലക്ഷം കോടി രൂപയിലധികമാണ്. ഇതൊരു റെക്കോർഡ് സംഖ്യയാണ് ശരിക്കും. എന്നാൽ ഈ സംഖ്യയേക്കാളൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്നത് അതിന്റെ വളർച്ചയുടെ വേഗതയാണ്. നിങ്ങൾ നോക്കൂ, വെറും 5 വർഷം കൊണ്ടാണിത് 3 ഇരട്ടിയായി വർദ്ധിച്ചത്. സാധാരണ നിക്ഷേപകൾ എത്രത്തോളം ഇതിലേക്ക് താൽപര്യം കാണിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോ ഇത്രയും വലിയ വളർച്ച എന്ന് പറഞ്ഞാൽ തീർച്ചയായും വലിയ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിക്ഷേപകരെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ചില കെണികളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം ചില കെണികളെക്കുറിച്ചാണ്. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെയും ഏറ്റവും സാധാരണമായ ഒരു കെണിയിലേക്ക് കടക്കാം. അതായത്, കഴിഞ്ഞ വർഷം ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഫണ്ട് ഏതാണോ അതിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കാനുള്ള ഒരു പ്രലോഭനം. ഈ പട്ടികയിലേക്കൊന്ന് നോക്കിക്കേ. ഓരോ വർഷവും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് കാണാം. ഇത് ഓരോ വർഷവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ഒരു വർഷം ടെക് ഫണ്ടുകളായിരിക്കും ടോപ്പിൽ, അടുത്ത വർഷം ചിലപ്പോ സ്മോൾ ക്യാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനാഷണൽ ഫണ്ടുകളോ ആകാം. അതായത് സ്ഥിരമായി ഒരു വിജയി ഈ കളിയിലില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും ടോപ്പ് ഫണ്ടുകൾ നോക്കി വാങ്ങി പഴയത് വിറ്റ് ഈ ഓട്ടം കൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? കണക്കുകൾ നോക്കുമ്പോൾ എന്താ കാണുന്നതെന്നറിയാമോ? ഈ തന്ത്രം വെറുതെ ഒരു നിഫ്റ്റി 500 ഇൻഡെക്സ് ഫണ്ടിൽ പൈസ ഇടുന്നതിനേക്കാൾ വളരെ ചെറിയൊരു മെച്ചം മാത്രമേ തരുന്നുള്ളൂ. അതും നമ്മൾ ഇതിനു വേണ്ടിയിരിക്കുന്ന സമയവും കൊടുക്കേണ്ട ടാക്സും ഒന്നും കൂട്ടാതെയാണ് ഈ കണക്കെന്ന് ഓർക്കണം. ഈ ഒരു വാചകം ഈ പ്രശ്നത്തിന്റെ കാതൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് പല ഫണ്ടുകളിലായി മാറി മാറി നിക്ഷേപിച്ചിട്ട് അവസാനം നോക്കുമ്പോൾ ആ കഷ്ടപ്പാടിന് തക്കതായ പ്രയോജനം കിട്ടിയോ എന്ന് സംശയമാകും. കഴിഞ്ഞ വർഷത്തെ വിജയികളെ ഇങ്ങനെ പിന്തുടരുന്ന ശീലം നമ്മളെ സ്വാഭാവികമായും അടുത്ത ഒരു കെണിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറിലോ അല്ലെങ്കിൽ ഒരു തീമിലോ വലിയ തുക നിക്ഷേപിക്കുന്നത്. ആളുകൾ എവിടെയാണ് കൂടുതൽ പണം നിക്ഷേപിക്കുന്നതെന്ന് നോക്കൂ. അതിശയമെന്ന് പറയട്ടെ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലെ ഏറ്റവും വലിയ വിഹിതം പോകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറിലോ തീമിലോ ഫോക്കസ് ചെയ്യുന്ന ഫണ്ടുകളിലേക്കാണ്. പക്ഷേ ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യം സ്വയം ചോദിക്കേണ്ടത്. ഒരു ഫണ്ട് വളരെ പോപ്പുലർ ആണെന്നതുകൊണ്ട് മാത്രം അതൊരു നല്ല ദീർഘകാല നിക്ഷേപമാകുമോ? കണക്കുകൾ പറയുന്നത് നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സെക്ടർ ഒരു വർഷം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചാൽ അതിനുശേഷമുള്ള 3 വർഷങ്ങളിൽ 70% തവണയും ആ സെക്ടർ മാർക്കറ്റിനേക്കാൾ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. അടുത്തതായി ഏത് സെക്ടറാണ് തിളങ്ങാൻ പോകുന്നതെന്ന് പ്രവചിക്കുക, എന്നിട്ട് ആ സെക്ടറിലെ ഏറ്റവും നല്ല ഫണ്ട് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലാത്ത റിസ്കുകളാണ്. അത് ഫണ്ട് മാനേജർമാരുടെ ജോലിയാണ്. ഇത് നമ്മളെ നേരിട്ട് ന്യൂ ഫണ്ട് ഓഫറുകളിലേക്ക് അഥവാ NFOകളിലേക്ക് എത്തിക്കുന്നു. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു തീം മാർക്കറ്റിലെ ഹിറ്റായി നിൽക്കുമ്പോഴാണ് അത് മുതലെടുക്കാൻ വേണ്ടി പുതിയ ഫണ്ടുകൾ അതായത് NFOകൾ വരുന്നത്. എന്താണൊരു NFO എന്ന് ലളിതമായി പറഞ്ഞാൽ, ഒരു സ്റ്റോക്ക് ആദ്യമായി മാർക്കറ്റിൽ വരുമ്പോൾ IPO എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ മ്യൂച്വൽ ഫണ്ട് ആദ്യമായി അവതരിപ്പിക്കുന്നതിനെയാണ് NFO എന്ന് പറയുന്നത്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. NFO വരുമ്പോൾ അതിന്റെ യൂണിറ്റ് വില 10 രൂപയായിരിക്കും. അപ്പോൾ പലരും വിചാരിക്കും, ആഹാ, വില കുറവാണല്ലോ, നിറയെ വാങ്ങാം എന്ന്. ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് കേട്ടോ. ആ 10 രൂപയെന്നത് ഒരു തുടക്കം മാത്രമാണ്. ഒരു ഫണ്ടിന്റെ വിലയല്ല, അതിന്റെ വളർച്ചയുടെ ശതമാനമാണ് നമ്മൾ നോക്കേണ്ടത്. NFOകൾ പുതിയ ആശയങ്ങളും അവസരങ്ങളും കൊണ്ടുവന്നേക്കാം, അത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മൾ പണം മുടക്കുന്നത് അതിന്റെ മുൻകാല പ്രകടനം എങ്ങനെയായിരുന്നെന്ന് യാതൊരു ധാരണയുമില്ലാത്ത ഒരു പുതിയ ഫണ്ടിലാണ്. അതൊരു വലിയ റിസ്ക് തന്നെയാണ്. ഇത്തരം തെറ്റായ വിൽപ്പന രീതികൾ തടയാൻ വേണ്ടി നമ്മുടെ റെഗുലേറ്ററായ സെബി തന്നെ ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു NFO വഴി സമാഹരിക്കുന്ന പണം നിശ്ചിത സമയത്തിനുള്ളിൽ നിക്ഷേപിച്ച് തീർക്കണം എന്ന് നിർബന്ധമാക്കി. അപ്പോ ഈ പറഞ്ഞ കെണികളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെന്താണ് ചെയ്യേണ്ടത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ ശ്രദ്ധ ചെറിയ കാലത്തെ ട്രെൻഡുകളിൽ നിന്ന് മാറ്റി ഒരു ദീർഘകാല നിക്ഷേപ തന്ത്രത്തിലേക്ക് കൊണ്ടുവരിക.
ഒരു വിജയകരമായ നിക്ഷേപയാത്ര തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിലൂടെയല്ല. ഒരു യാത്ര പോകുന്നതിനു മുൻപ് നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നതുപോലെ കൃത്യമായ ഒരു സാമ്പത്തിക പ്ലാനിങ്ങോടുകൂടിയാണ് നിക്ഷേപം ആരംഭിക്കേണ്ടത്. ഇതിലൊരു നല്ല വാർത്തയുണ്ട്. പുതിയ കണക്കുകൾ കാണിക്കുന്നത് നിക്ഷേപകർ ഇപ്പോൾ കൂടുതൽ ക്ഷമ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. 5 വർഷം മുൻപുള്ളതിനെ അപേക്ഷിച്ച് ആളുകൾ ഇപ്പോൾ കൂടുതൽ കാലം തങ്ങളുടെ നിക്ഷേപങ്ങൾ കൈവശം വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു നോക്കാം. കഴിഞ്ഞ കാലത്തെ പ്രകടനം മാത്രം നോക്കി ഫണ്ടുകളുടെ പിന്നാലെ ഓടരുത്. ഒരുപാട് ഹൈപ്പുള്ള സെക്ടോറൽ ഫണ്ടുകളിൽ ശ്രദ്ധയോടെ മാത്രം നിക്ഷേപിക്കുക. NFOയുടെ 10 രൂപ വില ഒരു ഡിസ്കൗണ്ട് അല്ലെന്ന് തിരിച്ചറിയുക. എല്ലാത്തിനും ഉപരിയായി നിക്ഷേപം തുടങ്ങും മുമ്പേ ഒരു സാമ്പത്തിക പ്ലാൻ ഉണ്ടാക്കുക. അച്ചടക്കത്തോടെ മുന്നോട്ടു പോവുക. അപ്പോ അടുത്ത തവണ നിങ്ങളൊരു നിക്ഷേപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കുക. ഈ വിശകലനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.